നവരാത്രിയുടെ രണ്ടാം ദിനത്തിൽ മാതൃരൂപിയായ ജഗദീശ്വരിയെ ബ്രഹ്മചാരിണി ഭാവത്തിൽ ആരാധിക്കുന്നു. ബ്രഹ്മചാരിണി എന്നാൽ ബ്രഹ്മചര്യം പാലിക്കുന്നവൾ എന്നാണ് അർത്ഥം. ബ്രഹ്മം എന്നാൽ തവമെന്നും അർത്ഥമുണ്ട്. ബ്രഹ്മപദം ശിവപ്രാപ്തിയെ സൂചിപ്പിക്കുന്നു. അറിവിൻ്റെ മൂർത്തിഭാവമായ ബ്രഹ്മചാരിണി ദേവി ശൈലപുത്രിയായ ശ്രീ പാർവതി ദേവിയുടെ രൂപമാണ്. മഹാദേവനോടുള്ള പ്രണയത്താൽ വിവശയായ ശ്രീ പാർവതി ദേവി നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ശിവപ്രാപ്തിക്കായി ബ്രഹ്മചര്യ വ്രതമെടുക്കുകയും മഹാദേവനെ തപസ് ചെയ്യുകയും ചെയ്തു. രാജകീയ വേഷഭൂഷാദികളെല്ലാം ഉപേക്ഷിച്ച് ശുഭ്രവസ്ത്രധാരിണിയായി ഇടത് കൈയിൽ കമണ്ഡലവും വലത് കൈയിൽ ജപമാലയും കഴുത്തിൽ രുദ്രാക്ഷവും അണിഞ്ഞാണ് തപസ്സു ചെയ്തത്. വിശക്കുമ്പോൾ വീണ് കിടക്കുന്ന ബില്യപത്രം കഴിച്ച്, അതായത് കൂവളത്തില കഴിച്ച് തപസ്സു ചെയ്തതിനാൽ ദേവിയെ അപർണ എന്ന നാമത്തിലും അറിയപ്പെടുന്നു. എന്നാൽ പിന്നീട് ഇലകൾ പോലും ഉപേക്ഷിച്ച് വായു മാത്രം ഭക്ഷിച്ച് തപസ്സു തുടർന്നു. ദേവിയുടെ തപശക്തിയാൽ 3 ലോകങ്ങളും വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മദേവൻ ദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ദേവിയുടെ തപശക്തിയുടെ ഭാരം താങ്ങാൻ ഈ ത്രിലോകങ്ങൾക്കും സാധിക്കില്ല എന്നും അതിനാൽ ഉടൻ തപസ്സു നിർത്തണമെന്നും അപേക്ഷിച്ചു. എന്നാൽ അചഞ്ചലയായി തൻ്റെ തപസ്സു തുടർന്ന ദേവിയുടെ നിഷ്ഠയിലും ഭക്തിയിലും സംപ്രീതനായ മഹാദേവൻ ദേവിയുടെ മുന്നിൽ ഒരു ഭിക്ഷുവിൻ്റെ രൂപത്തിൽ അവതരിക്കുകയും മഹാദേവനെക്കുറിച്ച് ഒരുപാട് നുണകൾ പറയുകയും ചെയ്തു. ഇതിൽ ക്രുദ്ധയായ ദേവി ആ ഭിക്ഷുവിനെ ശപിക്കാൻ തുടങ്ങുമ്പോൾ മഹാദേവൻ സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ദേവിയുടെ പ്രണയം സ്വീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം ദേവിക്ക് ബ്രഹ്മചാരിണി എന്നു നാമകരണം ചെയ്തു. നവരാത്രിയുടെ രണ്ടാം ദിനത്തിൽ ദേവീ പൂജയ്ക്കായി ജപിക്കേണ്ട മന്ത്രം: ഓം ഹ്രീം ശ്രീ ബ്രഹ്മചാരിണി ദുർഗായേ നമഃ. ഓം ദേവി ബ്രഹ്മചാരിണ്യൈ നമഃ. ദദാനാകരപത്മാഭ്യ അക്ഷമാലാകമണ്ഡലൂ ദേവി പ്രസീദതു മയി ബ്രഹ്മചാരിണ്യൈനുത്തമാ. ഇതിനർത്ഥം ശുഭ്രവസ്ത്രധാരിണിയായി പാർവതി ദേവി കമണ്ഡലവും രുദ്രാക്ഷമാലയും കയ്യിലേന്തിയിരിക്കുന്നു എന്നാണ്. ഈ മന്ത്രം ബ്രഹ്മചാരിണി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് ജപിച്ചാൽ സർവൈശ്വര്യം ഫലപ്രാപ്തി.